പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല പട്ടാണിക്കാട് വനഭൂമിയോട് ചേർന്ന് ആരംഭിച്ച തെരുവുനായ സംരക്ഷണ ഷെൽട്ടർ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്ന വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ആനിമൽ ഫോർ അഡ്വക്കസി ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരിയിലെ തെരുവുനായ പുനരധിവാസ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ അനുമതിയോടുകൂടിയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ വിവേക് കെ വിശ്വനാഥൻ പറഞ്ഞു. ഞാൻ ഈ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി വെഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ഫൗണ്ടറാണ്. സോ ഞങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങിയിട്ട് 2022 ഞങ്ങളിത് രജിസ്റ്റർ ചെയ്ത് ഈ ആനിമൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങിയത്. 2022 തന്നെ ഞങ്ങൾ ഷെൽട്ടർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഷെൽട്ടർ സർവം എന്ന പേരിട്ട് ഞങ്ങൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു 50ഓളം ഡോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ പല സ്ഥലങ്ങളിലായി പല തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഡോഗ്സിനെയാണ് നമ്മൾ ഈ ഷെൽട്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ മുനിസിപ്പാലിറ്റികളും, വടക്കാഞ്ചേരി മാത്രമല്ല കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും റെസ്ക്യൂ ചെയ്ത ഡോഗുകൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡോഗുകൾ നമ്മൾ കൊണ്ടുവരുന്ന ഡോഗുകളെല്ലാം പരിക്ക് പറ്റിയതോ അല്ലെങ്കിൽ റോഡിൽ ജീവിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള നായകൾ മാത്രമാണ് നമ്മുടെ ഷെൽട്ടറിലുള്ളത്. അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ ഹൗസ് ബ്രീഡിങ്ങും അതുപോലെ പെറ്റ് ഷോപ്പുകളിൽ ഇല്ലീഗലായിട്ട് സെയിൽ ചെയ്യുന്ന ഡോഗ്സിനെയൊക്കെയാണ് നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്ത് സീസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഷെൽട്ടറിൽ കൊണ്ടുവന്ന് വാക്സിനേറ്റ് ചെയ്ത് വന്ധീകരിച്ച് പ്രോപ്പറായിട്ടുള്ള ഫുഡും എല്ലാം കൊടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വെഫ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷെൽട്ടറിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത് 130 ഡോഗ്സാണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഷെൽട്ടർ ഞങ്ങൾ റൺ ചെയ്തിരുന്നത് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടും പിന്നെ നായകളുടെ എണ്ണം കൂടിയതുകൊണ്ടും നമുക്കവിടെ തുടരാനായിട്ടുള്ള പഞ്ചായത്ത് അധികൃതരുടെ നമ്മുടെ ലൈസൻസ് വിഡ്രോ ചെയ്യാനുണ്ടായത്. ഒരു ദിവസം നമ്മുടെ ഉണ്ടായിരുന്ന നിലയിൽ നിന്ന ലൈസൻസ് ഒരു ദിവസം ഇവിടെ പഞ്ചായത്തിൽ കംപ്ലയിൻസ് വന്നിട്ടുണ്ട്, ഈ സെയിം സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈസൻസ് വിഡ്രോ ചെയ്തു. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് നമ്മൾ ലീഗൽ ഫൈറ്റ്സ്. അവരുടെ അടുത്ത് സംസാരിച്ചു, എല്ലാം ചെയ്തതിന് ശേഷവും ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തേടിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ലാസ്റ്റ് നമ്മളിവിടെ 2 സ്ഥലം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളൊരു പ്രൊജക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടി ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഭാഗമായിട്ട് നമ്മൾ മിനിസ്റ്റർ MP രാജേഷിനെ കാണുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 2 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഷെൽട്ടർ ചെയ്യാനായിട്ട് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് മുണ്ടത്തിക്കോടായിരുന്നു. അപ്പോൾ മുണ്ടത്തിക്കോടത്തെ സ്ഥലം പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് അവിടെ കുറച്ചും കൂടെ ഒരു 500 മീറ്ററിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ നമ്മളത് പർപ്പസ്ലി വേണ്ടാന്ന് വെക്കുകയായിരുന്നു. കാരണം അതെന്തായാലും ഒബ്ജക്ഷൻസ് ഭാവിയിൽ വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ പർപ്പസ്ലി അത് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നമ്മൾ മാരാത്തുകുന്ന് പട്ടാണിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ബൗണ്ടറിയിലുള്ള ഒരു പ്രൈവറ്റ് ലാൻഡിലാണ് നമ്മളിപ്പോൾ ഷെൽട്ടർ പണിതിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ മിനിസ്റ്ററെ അറിയിക്കുകയും അതിനുശേഷം ചെയർമാനെയും സെക്രട്ടറിനെയൊക്കെ പോയി കണ്ട് പ്രോപ്പറായിട്ടുള്ള ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് അതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ സൈറ്റ് കൺസ്ട്രക്ഷന് മുൻപും രജിസ്ട്രേഷന് മുമ്പ് തന്നെ വിസിറ്റ് ചെയ്തു. അപ്പോൾ സ്ഥലം ഓക്കെയാണ്, ഷെൽട്ടറിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യായിരുന്നു. ഷെൽട്ടറിന് ലാൻഡ് ഓണറായിട്ട് അഗ്രിമെൻറ്റ് വെക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റി അധികൃതർ വന്ന് കൺസ്ട്രക്ഷൻസൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കൺസ്ട്രക്ഷനും കഴിഞ്ഞു. മിനിറ്റ്സിൽ കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ചതിന് ശേഷം മിനിറ്റ്സിൽ ലൈസൻസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചതായിട്ട് വാർഡ് മെമ്പർ അറിയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ പണികൾ ദ്രുതഗതിയിലാക്കി മഴക്കാലത്തിന് മുമ്പ് ഇങ്ങോട്ട് എത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ പണികൾ തകൃതിയായി നടത്തി എല്ലാ ഡോഗ്സിനെയും ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഈ ഒരു റിട്ടേൺ പെർമിഷൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത് ഈ ഒരു പഞ്ചായത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രസന്റ് പഞ്ചായത്തിൻ്റെ പ്രശ്നവും പിന്നെ അവിടെ നായകൾ ഓൾറെഡി ഒരു വെള്ളത്തിലായിരുന്നു. മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ലൈസൻസ് കിട്ടുമല്ലോ, ലൈസൻസ് എന്തായാലും എടുത്തു വെച്ചിട്ടുള്ളതാണ്, തരാനുള്ള ഇത്ര ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് സംഭവം.
അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ നാട്ടുകാരൊന്നും ഇല്ല, അതൊരു കാടാണ്. അവിടെ എവിടെന്നൊക്കെയോ ഒബ്ജെക്ഷൻസ് വന്ന് പിന്നെ അതങ്ങനെ ആകെ പ്രശ്നമാവാണ് ഉണ്ടായത്. 2024 ഫെബ്രുവരി 15 പദ്ധതിയുടെ നടത്തിപ്പിനായി മന്ത്രിയുമായി തൃത്താലയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ പദ്ധതി ആരംഭിക്കാമെന്ന് മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സെക്രട്ടറി KK മനോജ് എന്നിവരെ മന്ത്രി നേരിട്ട് വിളിച്ച് സഹായങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം ചെയർമാനും സെക്രട്ടറിയുമായി ചർച്ചകൾ നടത്തി പദ്ധതി നടത്തുന്നതിൽ വിരോധമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് 13 ലക്ഷം രൂപ ചിലവഴിച്ച് സംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചത്. സംരക്ഷണ കേന്ദ്രം വനമേഖലയായതിനാൽ DFOയ്ക്ക് അപേക്ഷ നൽകി. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നില്ല. ഒരു പ്രാദേശിക നേതാവിന്റെ ഇടപെടലാണ് സംഭവത്തിന് പിന്നിലെന്ന് വഫ ഭാരവാഹികൾ പറഞ്ഞു. 130ഓളം നായ്ക്കളാണ് കേന്ദ്രത്തിലുള്ളത്. ഇവയെ എവിടേക്ക് മാറ്റുമെന്ന് പറയാനുള്ള ബാധ്യത നഗരസഭയ്ക്കുണ്ടെന്ന് ഡയറക്ടർ വിവേക് K വിശ്വനാഥൻ പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സുപ്രീം കോടതി ഉത്തരവും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തെരുവുനായകളെ വന്ധീകരിക്കാനും വാക്സിനേഷൻ ചെയ്യാനും പുനരധിവസിപ്പിക്കാനുമുള്ള ഷെൽട്ടർ പണിയാനും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നാളിതുവരെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഷെൽട്ടർ സംവിധാനമില്ല. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഓഫീസ് കൈപ്പറമ്പിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും നിരവധി പോരാട്ടങ്ങൾ നടത്തിയ സംഘടന കൂടിയാണ് വഫ. അരിക്കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ, ബേലൂർ മഖന എന്നീ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി കാട്ടാനയുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നടത്തി സുപ്രധാന ഉത്തരവുകൾ നേടിയെടുത്ത സംഘടനയാണ് വഫ. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.